ഓലഞ്ഞാലിക്കുരുവിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന പക്ഷിയാണ് കേട്ടോ ഓലഞ്ഞാലിക്കുരുവി. ആ കിളി ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക നമുക്ക് കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് അതിൻ്റെ പ്രവൃത്തികൾ. പിന്നെ ഇവിടെ മുറ്റത്തോ എവിടെയെങ്കിലും വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കാണുകയാണെങ്കിൽ പാത്രത്തിലോ അല്ലെങ്കിൽ മുറ്റത്ത് വെറുതെ വെള്ളം കിടക്കുകയാണെങ്കിലൊക്കെ ആ വെള്ളത്തിൽ പോയിട്ട് മുങ്ങിക്കുളിക്കലും തൂവലും എനിക്കലും എല്ലാം നല്ല ഭംഗിയിൽ ഞാനിവിടെ കാണാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാനതൊരു വീഡിയോ എടുത്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നാറുണ്ട്, കൗതുകമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒട്ടും ഇഷ്ടം തോന്നൂല. അതുപോലെയുള്ള പ്രശ്നം പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കിളികളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2 കിളികൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് ഓലയുടെ തുമ്പത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്നതോ അല്ലെങ്കിൽ ഓലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഊർന്നൂർന്ന് വന്ന് പുഴുക്കളെ കൊത്തി തിന്നതും ഓലയുടെ അകഭാഗത്തൊക്കെ ഇങ്ങനെ മാറി മാറി പറന്ന് തത്തിക്കളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മരത്തിന്റെ കൊമ്പിലൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ പപ്പായയില്ലേ, പപ്പായയുടെ പൂവ് കൊത്തി തിന്നുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് കണ്ടത്. അപ്പോഴാണ് വീഡിയോ എടുത്തത്. അടുത്ത് നിൽക്കുന്ന ഓലയുടെ തണ്ടിലായിട്ട് ഇതിന്റെ കൂടെയുള്ള കിളിയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സ്വഭാവം എന്താണെന്നറിയോ, ഞാനൊരു ദിവസം വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ സിറ്റ് ഔട്ടിലേക്ക് പെട്ടെന്നൊരു വലിയ കിളി പറന്ന് വന്നിട്ട് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ കേട്ടു. 2 കിളികളുടെ ഒച്ചയൊക്കെ കേട്ടു. അതിനെന്താ കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു കിളിക്കൂട്ടുണ്ട് കേട്ടോ. അതിൽ 2 കിളികളുണ്ട്. അതിൻ്റെ മുട്ടയുണ്ടാവാറുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാവാറുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ഇതാണ്ടോ ഈ ലാം ഷെയ്ഡിൽ ഇങ്ങനെ കൂട് വെച്ചിട്ട് താമസിക്കുകയാണ്. അതിവിടെ ഞങ്ങളുടെ കതിർക്കൊല എല്ലാ വർഷവും ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് തരാറുണ്ട്. കതിർക്കൊലകൾ കുത്തി തിന്ന് ജീവിക്കുന്ന കതിർവാലൻ കുരുവിയാണ് കേട്ടോ അവിടെ കൂട് വെച്ചിരിക്കുന്നത്. ഇതാണ്ടോ നല്ല ഭംഗിയിൽ അവർ കൂട് വെച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ. കിളികളുടെ ഒച്ച കേട്ടു, ബഹളം കേട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ കതിർവാലൻ കുരുവികൾ മുട്ടയിട്ട് വച്ചിരിക്കുകയായിരുന്നു ആ കൂട്ടിനകത്ത് കേട്ടോ. അപ്പോൾ ഈ പെട്ടെന്നൊരു വലിയ കിളി വന്നിട്ട് അപ്പോഴാണ് 2 കുഞ്ഞു കിളികളും ഈ കിളിയും തമ്മിലുള്ള ബഹളം കേട്ടത്. ഈ ഓലഞ്ഞാലി കുരുവിയായിരുന്നു വന്നത് ആള് കേട്ടോ, വലിയ കിളി എന്ന് പറഞ്ഞത്. ആ കുരുവി വന്നിട്ട് ഈ കതിർവാലൻ കുരുവിയുടെ കൂട്ടിലിരിക്കുന്ന കൂടെ കൊത്തി വലിച്ച് താഴേക്ക് ഇട്ടു. അതിനകത്തുള്ള മുട്ടകൾ കൊത്തി തിന്നുകയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ആ മുട്ട കൊത്തി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കിളിയെ ഓടിച്ചു വിട്ടു. പക്ഷെ ഞാൻ ഓടിച്ചു വിട്ട ആ സമയത്ത് ഇത്തിരി ദൂരം പറന്നു പോയിട്ട് തിരികെ വന്ന മുട്ടയും കൊത്തിക്കൊണ്ട് ആ കിളി പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ കൂട് താഴേക്ക് വീണുപോയി. കതിർവാലൻ കുരുവിയുടെ കൂട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അതിനകത്തേക്കുള്ള എൻട്രൻസും എല്ലാം കാണാം. ഞാൻ ഈ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുരുവിയുടെ മുട്ടകൾ ഈ കിളി കൊത്തി കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദുശ്ശീലമുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്തിരി ഇഷ്ടക്കേട് തോന്നി. അപ്പോൾ ഇവനെ ഇനി ഒന്ന് വാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മളതിനെ ഓടിച്ചു വിടാം. അല്ലെങ്കിൽ കതിർവാലൻ കുരുവിക്ക് ഇനി ഇവിടെ കൂട് വയ്ക്കാനേ പറ്റില്ല. ഇത് ഭയങ്കര ശല്യമായി മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടും കിളിയുടെ പ്രവൃത്തികൾ കണ്ടിട്ടൊക്കെ ഇഷ്ടം തോന്നും. പക്ഷെ സ്വഭാവം ഇതാണ് കേട്ടോ, കയ്യിലിരിപ്പ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ അത് ആ കൂട് കൊത്തി കളയുന്ന ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാനത് എല്ലാവരോടും പറയുകയാണ് കേട്ടോ. ഈ കിളിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ പാട്ടിലൊക്കെ ഓലഞ്ഞാലിക്കുരുവി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. പക്ഷെ കയ്യിലിരിക്കുന്ന സ്വഭാവം അത്ര ശരിയല്ല. അപ്പോൾ അത് കണ്ടോ, ദിവസം വന്നിട്ട് പപ്പായയുടെ പൂവ് കൊത്തി തിന്നല്ലേ. അതൊക്കെ ചെയ്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ വേറെ കിളികൾക്ക് ദോഷം വരാതിരിക്കാനായിട്ട് ശ്രമിച്ചുകൂടെ ഈ കിളിക്ക്. കുറച്ച് നാൾ മുമ്പ് ബുൾബുൾ പക്ഷിയുടെ കൂട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഓലഞ്ഞാലി കുരുവി വലിച്ചിട്ടതായിരിക്കാം അവയെ തിന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് ആ കൂട്ടിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ച് കൊടുത്തിരുന്നു. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞുങ്ങളെ അവിടെ കാണാനുണ്ടായിരുന്നില്ല. പുഴുക്കളും ചെറുപാറ്റകളും പക്ഷികളുടെ മുട്ടകളും പക്ഷിക്കുഞ്ഞുങ്ങളുമാണ് ഈ കിളികളുടെ പ്രധാന ഭക്ഷണം. ഇണകളായിട്ടാണ് ഇവർ ഇര തേടാറുള്ളത്. വളരെ ഉയരമുള്ള മരത്തിന്റെ ഏകദേശം 15 അടിയോളം ഉയരത്തിലാണ് കൂട് വയ്ക്കുന്നത്. അതുകൊണ്ട് സാധാരണയായിട്ട് ഈ കിളികളുടെ കൂട് കണ്ടെത്തുക പ്രയാസമാണ്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് കേട്ടോ ഈ പക്ഷി അറിയപ്പെടുന്നത്. ഓലഞ്ഞാലിക്കുരുവി, ഓലമുറിയൻ കുരുവി, പൂക്കുറിഞ്ഞി പക്ഷി, കുട്ടിയുരുളി പക്ഷി, കാറാൻ, ചേലാട്ടി, കിരിയാറ്റ എന്നിങ്ങനെയൊക്കെയാണ് പലതരത്തിലുള്ള പേരുകൾ. ഇതിന് ഇംഗ്ലീഷിൽ റൂഫസ് ട്രീ പൈ എന്നൊക്കെയാണ് പറയുന്നത്. വേറൊരു പേര് കൂടിയുണ്ട്, ഇന്ത്യൻ ട്രീ പൈ. കാക്കയുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണിത്. പക്ഷെ കാക്കയ്ക്ക് കറുത്ത നിറമാണെങ്കിലും ഇതിന്റെ ചിറകുകൾക്കും പല ഭാഗത്തുമായിട്ട് കളറുകളുള്ളതുകൊണ്ട് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്.